ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. സോ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മേജർ പ്രൊഫൈൽ ഇഷ്യൂ വന്ന കാര്യം. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പം പെട്ടെന്ന് അക്കൗണ്ട് സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചത്. സോ അതിനുള്ള റീസൺ എനിക്ക് ആ സമയത്ത് പിടികിട്ടിയില്ല. അപ്പം അതിനകത്ത് കാണിച്ചത് നീഡ് ടു കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണോ ആ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്, ഞാൻ ഒറിജിനൽ പേഴ്സൺ ആണോ, ആ ഫേസ്ബുക്കിന് ഓണറാണോ, അങ്ങനെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനായിരുന്നു വന്നത്. അപ്പം അവരുടെ സിസ്റ്റം ഡിറ്റക്ട് ചെയ്ത് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാണ് സസ്പെൻഡ് ആയത്. തൊട്ട് താഴെ തന്നെ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. റിവ്യൂ കൊടുത്തപ്പം അവർ ചോദിച്ചത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ഐ ഡി ആണ്. ഓക്കെ, സോ ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞപ്പം താഴെ കാണുന്ന പോലെ എനിക്ക് ആ ഇമെയിലോട്ട് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ ക്ലിയർലി പറയുന്നുണ്ട് ടു കൺഫേം യുവർ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പം ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനായിട്ട് ഒരു കോഡ് അയച്ചു. ആ കോഡ് ഞാനാണെങ്കിൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ തിരിച്ച് മെസ്സേജ് വന്നു. അവരുടെ സിസ്റ്റം തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്താണ്, റോങ് ആയിട്ട് ഡിറ്റക്ട് ചെയ്തതാണ്. സോ പ്രൊഫൈലിൻ്റെ ആ ഇഷ്യൂ മാറി. അത് ശരിക്കും എൻ്റെ പ്രൊഫൈലിൻ്റെ മുമ്പത്തെ ഇഷ്യൂ അല്ല, ഈ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്തത് അവർ മാറ്റി തന്നു. അപ്പോൾ തന്നെ റെഡിയായി, വീണ്ടും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. 100% കറക്റ്റാണെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഇഷ്യൂ വന്ന കുറച്ച് പേര് റിപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലായത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ. ഒന്ന്, ഈ കൂടുതൽ പിക്ചേഴ്സ് ഇടുമ്പോൾ, അപ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിടുന്നതാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ ഉപയോഗിച്ച് വേറെ ആർക്ക് വേണമെങ്കിലും എൻ്റെ അതേ പിക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ അതവർക്ക് പോസ്റ്റും ചെയ്യാം. പിന്നെ നമ്മൾ ഫേസ് കാണാത്ത പോസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ ഫേസ് കാണാത്ത പോസ്റ്റ് ഇടുമ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു, ഞാൻ പോസ്റ്റിലും പറഞ്ഞു, ഫേസ് കാണാത്ത പോസ്റ്റ് ചിലപ്പം CMന് വേണ്ടി വന്നേക്കാം. അപ്പം ഇപ്പം CM കുറേ ആൾക്കാർക്ക് ആക്റ്റീവാക്കി കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി, ഫേസ്ബുക്കിൻ്റെ ഒറിജിനാലിറ്റി, അക്കൗണ്ടിൻ്റെ ഒറിജിനാലിറ്റി അവർ നോക്കുന്നുണ്ട്. മേ ബി അതിൻ്റെ പാർട്ടും ആയിരിക്കാം. അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യാം ഇത് ഒറിജിനൽ അക്കൗണ്ട് ആണോ, കൊടുക്കാൻ എലിജിബിൾ ആണോ. ആ സമയത്ത് ഫേസ് കാണാത്ത ഫോട്ടോസും വീഡിയോസും ഉണ്ടെങ്കിലും അവർക്കൊരു ഡൗട്ട് വരും, ഇയാൾ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ട് തന്നെയാണോ. ആ സമയത്തും ചോദിക്കാം. ഈ 2 കാറ്റഗറിയിലാണ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ കിട്ടിയതെന്നാണ് എനിക്കൊരു അറിവ്, എനിക്ക് മനസ്സിലായ കാര്യം. സോ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങളിപ്പം കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ സ്വന്തം ഫോട്ടോസും കൂടെ ഇടാൻ ശ്രമിക്കുക. നമ്മൾ മൊത്തത്തിലൊരു മെറ്റീരിയലിസ്റ്റിക് ഒരിക്കലും ആവരുത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയി പോകരുത്. നമ്മൾ എപ്പോഴും തന്നെ ഇട്ടാൽ ഉറപ്പായിട്ടും പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ഏണിങ്സ് കിട്ടത്തില്ല, അത് പോളിസിക്ക് എതിരാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇടയ്ക്ക് നമ്മളുടെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള സ്വന്തം ഒരു ഫിൽറ്ററോ അല്ലെങ്കിൽ ഇതുപോലത്തെ